ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം മതിൽ ചാടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹം മതിൽ ചാടുന്ന പത്രങ്ങളിൽ പ്രധാനപ്പെട്ട പത്രങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ദേശാഭിമാനിയും മനോരമ ഒന്നാം പേജിൽ ചിത്രം സഹിതമാണ് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഗേറ്റ് ചാടി മുഖ്യമന്ത്രി ഒമർ, അത് അദ്ദേഹം ഇന്നലെ 931 ജമ്മു കാശ്മീരിൽ കൊല്ലപ്പെട്ടവരുടെ രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് അദ്ദേഹത്തിന് പോകണമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ തന്നെ പോലീസ് അനുവദിച്ചില്ല. അതാണ് ആ വാർത്തയുടെ പ്രാധാന്യം. ജമ്മു കാശ്മീരിലെ പോലീസ് തന്നെ അദ്ദേഹത്തെ പോകാൻ അനുവദിച്ചില്ല. പക്ഷേ അദ്ദേഹം ഒരു ദിവസം വീട്ടിടങ്കിലായിരുന്നു അദ്ദേഹം പറയുന്നു. അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി കാറിൽ ഇവിടേക്ക് പോകുന്നു. അപ്പോഴും ആ ഗേറ്റ് അടച്ചിരുന്നു. രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ ഗേറ്റ് അടച്ചിരുന്നുകൊണ്ട് മതിൽ ചാടിക്കടക്കുന്നു. ഒരു മുഖ്യമന്ത്രിക്ക് മതിൽ ചാടിക്കടന്ന് സ്വന്തം സംസ്ഥാനത്ത് ഒരു സ്ഥലത്തേക്ക് പോകേണ്ട സാഹചര്യം കേരളത്തിലാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതിയാകും. ആ വാർത്ത അത്രത്തോളം പ്രാധാന്യമുള്ളതാണ്. ഇന്ത്യയിലാണിത് എന്ന് ആലോചിക്കണം. അദ്ദേഹത്തിൻ്റെ സഞ്ചരിക്കാനുള്ള അവകാശമാണ്, ജനാധിപത്യ അവകാശമാണ്, ഭരണഘടന നൽകുന്ന അവകാശമാണ് തടസ്സപ്പെടുത്തിയതെന്ന് വേണം കാണാൻ. അതുകൊണ്ട് അത് ആ രൂപത്തിൽ വലിയ വാർത്തയാണ്, വലിയ രൂപത്തിൽ ചർച്ചയായതാണ്. വരും ദിവസങ്ങളിൽ ജമ്മു കാശ്മീരിൽ അത് വലിയ ചർച്ചയാകും എന്നുറപ്പ്. അതൊരു പക്ഷേ മനോരമയും ദേശാഭിമാനിയും മാതൃഭൂമിയും കേരള കൗമുദിയും ആ വാർത്ത ഒന്നാം പേജിൽ വലിയ പ്രാധാന്യത്തോടെ വലിയ ചിത്രങ്ങൾ സഹിതമാണ് നൽകിയിട്ടുള്ളതെന്ന് വേണം കാണാൻ.